പെൺകൊച്ചിനെ ഒത്തിരി നാളായിട്ട് ആ തള്ള അവരുടെ വീട്ടിലിട്ട് പീഡിപ്പിക്കുമായിരുന്നെന്ന്. എന്നിട്ട് ആ പെണ്ണ് സൂയിസൈഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചതായിരുന്നെന്ന്. എന്നിട്ട് അത് പോരാഞ്ഞിട്ടാണ് ഈ തള്ള ആ പെൺകൊച്ചിനെ ചായ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിക്കൊന്നു കളഞ്ഞത്. നിങ്ങളിത് കേൾക്കണം ആൾക്കാരെ. ഇത് എത്ര എത്ര സൈൻസിലുള്ള തള്ളമാര് നമ്മുടെ ഈ കേരളത്തിലുണ്ടെന്നറിയാവോ? എല്ലായിടത്തും ഉണ്ട്. എന്നാലും ഞാൻ പറയുക, ഈ പുറത്തുള്ള രാജ്യത്തേലൊക്കെ ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നത് പോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം അങ്ങ് മാറിക്കോണം. അതാണ് വേണ്ടത്. പിന്നെ ചില ആണുങ്ങളുണ്ട്, ഈ തള്ളമാരുടെ കീഴെ കിടക്കുള്ളൂ എന്ന് പറയും. അവർ ആ തള്ളമാര് എന്തോരം ഈ ഭാര്യമാരായിട്ട് പീഡിപ്പിച്ചാൽ ഇവമാരത് അക്ഷരമിടത്തില്ല. എന്നാൽ നല്ല നല്ല ഉശിരുള്ള ആണുങ്ങളുണ്ട്. എന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ജീവിച്ചോളൂ എന്ന് പറയും. അങ്ങനെയുള്ള ആണുങ്ങളും ഉണ്ട് കേട്ടോ. ഇതിപ്പം ഈ പെണ്ണുങ്ങളുടെയൊക്കെ ഒരുമാതിരിയുള്ള ഓരോരോ ഇവര് സത്യം പറഞ്ഞ് ഇവരൊരു വീട്ടിലേക്ക് ഒരു മരുമകളായിട്ട് കയറി വന്നതല്ലേ. എന്നിട്ട് ഇവരെ വെള്ള പൂച്ചാൻ വേണ്ടിട്ട് ചില ആൾക്കാർ പറയും അവർക്ക് അറിവില്ലാത്തതല്ലേ, അതങ്ങ് ക്ഷമിച്ചേരെ, അവരുടെ പ്രായം അതല്ലേ, അവർ കുറെ ഇങ്ങനെ തന്നെ അവരൊന്ന് തിരുത്താൻ പറ്റത്തില്ല എന്ന്. ഞാനൊരു കാര്യം പറയാം, ഇവരും നമ്മുടെ കൂട്ട് തന്നെ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ പോയി അമ്മായിയമ്മയുടെ അടുത്ത് ജീവിച്ചവരാ. ഇവർക്ക് ആ കാര്യങ്ങൾ മൊത്തം അറിയാം. നമ്മളെക്കാളും എങ്ങനെ പോയാലും ഒരു 10-20 25 വയസ്സിന് മൂപ്പുണ്ടായിരിക്കും. അപ്പൊ പോട്ടെ, ഒരു 30 വയസ്സിന് മൂപ്പുണ്ടായിരിക്കും അവർക്ക്. അത്രയും കൂടുതൽ ഓണം ഉണ്ടാവരാണ്. അവർക്ക് കാര്യങ്ങൾ അറിയാൻ മേലായികയൊന്നുമില്ല. പിന്നെ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടില്ലായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊന്നും അറിയാൻ മേലാത്ത ഊമകളോ കണ്ടുമുട്ടികളോ കുരുടികളോ ഒന്നും അല്ലല്ലോ. ഞാൻ ഇതുപോലത്തെ കുറേ എണ്ണത്തിനെ കണ്ടിട്ടുമുണ്ട്, കുറെ എണ്ണത്തിന്റെ കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ചാനലിൽ കൂടെ കൂടുതൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയത്. മരുമക്കൾ മോശമാണ്, മരുമക്കളെല്ലാം നല്ലതാണ് എന്ന് ഞാൻ പറയുന്നില്ല. മോശമായപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ കൂടുതലും കേൾക്കുന്നത് ഇങ്ങനെയുള്ള കേസുകെട്ടുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം സംസാരിക്കാൻ വന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു വീഡിയോ വന്നതിന് ശേഷം അതിൻ്റെ താഴെ വന്ന് ഒത്തിരി പെണ്ണുങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ വീട്ടിൽ തള്ള ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ അവർ ഇങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഫുഡ് കഴിക്കാതെ ഇപ്പം അവരെ കൊണ്ട് തന്നെ പാചകം ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാത്ത ടീമുണ്ട്. എനിക്കറിയാവുന്നതാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ യാതൊരു പരിചയമില്ലാത്തവരുടെ പറമ്പ് വരെ വൃത്തിയാക്കിക്കുന്നവരുണ്ട്. ഈ കാട് വെട്ടി തെളിക്കാനും പാമ്പുള്ളതിനകത്തൊക്കെ കയറി പോകാനും ഒക്കെ. എന്നിട്ട് പശുവിന്റെ ചാണകം വാരിക്കുക, പശുവിന്റെ തൊഴുത്തിലെ കാര്യങ്ങൾ നോക്കുക. അപ്പുറത്തൊരു കൊച്ചിനെ ഇട്ടിട്ട് നടക്കുമായിരിക്കും. അതിനെ വേണമെങ്കിൽ നോക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഈ പണികൾ മൊത്തം ചെയ്യിക്കുകയും ചെയ്യും. ഇത് തന്നെയല്ല, വീട്ടിലെ കാരണവന്മാരെ പീഡിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാരണവന്മാരെ പീഡിപ്പിച്ച് അവരെ കൊന്നതിന് ശേഷം വീട്ടിൽ കയറി വന്ന മരുമകളെ പീഡിപ്പിച്ച് അതിനെ ഇറങ്ങിവിട്ട ചരിത്രങ്ങൾ മുഴുവനും എനിക്കറിയാം. ഇതൊക്കെ കുറേയൊക്കെ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ ഇരിക്കുന്നത് തന്നെ. ഈ തള്ളമാരുടെയൊക്കെ വിചാരം ഇവരാണ് ഇവിടുത്തെ രാജാക്കന്മാര്, നമ്മളൊക്കെ ഇവരെ ഓച്ചാനിച്ച് നിൽക്കണം എന്നുള്ള ഒരു രീതിയാണ്. അതൊന്നും പറ്റിയില്ല. അവർക്ക് അങ്ങനെ ഒരു രീതി ഉണ്ടെങ്കിൽ അവർ പോയി തന്നെ താമസിക്കണമെന്നേ, അത് മരുമകളുടെ കൂടെ താമസിക്കരുതെന്നേ. അല്ലാതെ ഞാനൊരു കാര്യം, ഈ കല്യാണം കഴിച്ചു വരുന്ന പെണ്ണേനും ഉണ്ടല്ലോ അച്ഛനും അമ്മയും, അപ്പൊ അവരുടെ ഒന്നും വീട്ടില് ആരും അവരുടെ അടിമപ്പണി ചെയ്യാനൊന്നും ആരുമില്ലേ? ചില ആണുങ്ങൾ പറയുന്നതാണ് എന്റെ അമ്മ അങ്ങ് പൊന്നുപോലെ നോക്കണമെന്ന്. ഈ പറയുന്നവന്മാർ ആ ഭാര്യയുടെ തള്ളനും തന്നനും പൊന്നുപോലെ നോക്കുമോ? ഒരു 10 ദിവസം അവരുടെ വീട്ടിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ മൂട്ടിലെ തുണിയും പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുമല്ലോ. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്, ഞാൻ പറയുന്നില്ല.